ഓക്കെ. അപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാത്തിന്റെയും കൂടെ ഒരു കോൺസ്റ്റന്റ് സി വരും. അതെന്താന്ന് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. പറയാമെന്ന്. ഓക്കെ, പറയാം. നമ്മളെപ്പോഴും ഈ ഇന്റഗ്രലിനെ പറയുന്നത് ആന്റി ഡെറിവേറ്റീവ് എന്നാ. മനസ്സിലായോ? അതായത് നമ്മള് ഒരു കാര്യത്തിന്റെ ഡെറിവേറ്റീവ് എടുത്ത, ഓക്കെ, സപ്പോസ് എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഞാൻ എടുത്തെന്ന് വെച്ചോ, ആ ഡെറിവേറ്റീവിന്ന് തിരിച്ച് എനിക്ക് ആ ഫംഗ്ഷനെ കിട്ടണതിന്റെ ഇന്റഗ്രൽ എടുത്താൽ മതി. മനസ്സിലായോ? അതായത് ഒരു ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നവളുടെ കൂട്ട ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്ത ആ ഡെറിവേറ്റീവിന്ന് തിരിച്ച് എനിക്ക് ആ ഫംഗ്ഷൻ കിട്ടണമെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ എടുത്താൽ മതി. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ഞാൻ എടുത്താൽ എനിക്ക് തിരിച്ച് ആ ഫംഗ്ഷൻ കിട്ടണ അതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. ഓക്കെ, അതായത് ഇവർ തമ്മിൽ ഒരു ഓപ്പോസിറ്റ് രീതിയിൽ നിൽക്കുന്ന. അല്ലാതെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഡെറിവേറ്റീവിൽ നമ്മൾ എപ്പോഴും ലിമിറ്റ് എക്സ് ടെൻസ് ടു സീറോ എന്ന് വിളിക്കുന്നിടത്ത് ഇന്റഗ്രലിൽ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റിയാ. അതായത് ബേസിക്കലി പറഞ്ഞാൽ ഒരു സ്ഥലത്ത്, അതായത് ഡെറിവേറ്റീവിന്റെ സൈഡിൽ നമ്മൾ ഇൻഫിനിറ്റിലി ചെറിയ പീസുകളാക്കി മുറിച്ചിട്ട് അവിടെയുള്ള ചെറിയ ചേഞ്ച് നോക്കുമ്പോൾ ഇന്റഗ്രലിൽ ഇൻഫിനിറ്റിലി ചെറിയ പീസുകളാക്കി മുറിച്ചിട്ട് അതിനെ എല്ലാം കൂടെ ആഡ് ചെയ്ത് വെക്കുക. മനസ്സിലായോ? ഒന്ന് സ്പ്ലിറ്റ് ആക്കുന്നതും ഒന്ന് ആഡ് ആക്കുന്നതും പോലുള്ള ഒരു കോൺസെപ്റ്റാ. ഏകദേശം ഒന്ന് നോക്കിയാ ഇത് ബേസിക്കലി ഒരു ഓപ്പോസിറ്റാ. ഓപ്പോസിറ്റ് മീൻസ് ഇൻ ദ സെൻസ് ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്താൽ എനിക്ക് തിരിച്ച് അതേ ഫംഗ്ഷൻ കിട്ടണതിന്റെ ഇന്റഗ്രൽ എടുത്താൽ മതി. പക്ഷേ ദർ കംസ് ആൻ ഇഷ്യൂ. അതായത് എൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് നോക്ക്. ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2. ഞാൻ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. അതെടുത്താൽ എനിക്ക് എന്ത് കിട്ടും? 2x. അതിന്റെ കാരണം എന്താ? സം റൂള് വെച്ചിട്ട് നമ്മൾ എക്സ് സ്ക്വയറിന്റെ 2ന്റെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആവും, 2ന്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. അതായത് ബേസിക്കലി ആ ഫംഗ്ഷന്റെ എക്സ് സ്ക്വയർ പ്ലസ് 2 എന്നുള്ളതിൽ 2 അങ്ങ് നെഗ്ലിജിബിൾ ആയിപ്പോയി, അതായത് ഇല്ലാണ്ടായി പോയി. മനസ്സിലായോ? അതിന്റെ അതിലൊരു കാര്യമുണ്ട്. അത് അപ്പൊ ചിലർക്ക് സംശയം തോന്നും, അപ്പൊ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ ലോസ് അല്ലേ ഉണ്ടാവുന്നതെന്ന്. ആക്ച്വലി ഡെറിവേറ്റീവ് എന്താ നമ്മൾ മനസ്സിലാക്കണം. ഡെറിവേറ്റീവ് നമുക്ക് ആ കർവിന്റെ സ്ലോപ്പാ തരുന്നത്. ആ കർവ് എവിടെ ഇരിക്കുക എന്നല്ല പറയുന്നത്. അതായത് ഞാൻ ആണ്ട ഇതാണ് എന്റെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, അല്ലെങ്കിൽ എന്തേ ആണ്ട എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇതാ, യു പോലെ ഇരിക്കുന്ന കർവ്. ഞാൻ അതിൻ്റെ അകത്തോട്ട് ഒരു ടേം ആഡ് ചെയ്യാൻ പോവുക. ആണ്ട എക്സ് സ്ക്വയർ പ്ലസ് 2. എന്താ ആക്ച്വലി സംഭവിച്ചിവിടെ? ഇവിടെ ഒരു പ്ലസ് 2 എന്ന് പറഞ്ഞ ഫാക്ടർ ഇൻഡ്യൂസ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? കർവ് ഒരു വെർട്ടിക്കൽ ഷിഫ്റ്റ് നടത്തി. ഓക്കെ, കർവ് ഒരു വെർട്ടിക്കൽ ഷിഫ്റ്റ് നടത്തി. എവിടെ? ആ ഒറിജിനിൽ നിന്ന് മേലിലോട്ട്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, എക്സ് സ്ക്വയർ പ്ലസ് 2ലും എക്സ് സ്ക്വയറിലും കർവ് കാണാൻ ഒരുപോലെ തന്നെ ഇരിക്കുന്ന. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഷെയ്പ്പ്, യു പോലെ ഇരിക്കുന്ന ഷെയ്പ്പിന് ഒരു മാറ്റവും ഇല്ല. എക്സ് സ്ക്വയർ പ്ലസ് 2 എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇൻഡ്യൂസ് ചെയ്യുമ്പം ഈ കർവ് മേലോട്ട് പൊങ്ങുക, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 2 എന്നിട്ടാൽ കർവ് താഴോട്ട് നീങ്ങുക. പക്ഷെ കർവിന്റെ ഷെയ്പ്പിനൊന്നും മാറുന്നില്ല. അത് നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താ? ഡെറിവേറ്റീവ് നമുക്ക് ആ കർവിന്റെ സ്ലോപ്പാണ് തരുന്നത്. ഓക്കെ, കർവ് എവിടെ ഇരുന്നാലും അതിന്റെ സ്ലോപ്പ് സെയിം ആയിരിക്കും. അല്ലാതെ കർവ് അങ്ങ് നല്ല മേളിലിരിക്കുവാന്നോ കർവ് അങ്ങ് താഴെ ഇരിക്കുവാന്നോ എന്നൊന്നും നോക്കുന്നില്ല. കർവിനൊരു ഷെയ്പ്പ് ആയാൽ മതി. അത് എവിടെ ഇരുന്നാലും അതിന്റെ സ്ലോപ്പ് സെയിം ആണ്. നമുക്ക് ഡെറിവേറ്റീവ് ആക്ച്വലി തരുന്ന എന്താ? സ്ലോപ്പാ. ഓക്കെ, അപ്പൊ ഡെറിവേറ്റീവ് അവിടെ കറക്റ്റാ. കാരണം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ 2 ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ പോയാലും ഒരു പ്രശ്നമില്ല. കാരണം സ്ലോപ്പ് എടുക്കാൻ പോകുന്ന സമയത്ത് അത് അവൻ എവിടെ ഇരിക്കുക എന്നുള്ളതിലൊന്നും അല്ല പ്രാധാന്യം. ഓക്കെ, അവന്റെ ഷെയ്പ്പിനാ, ആ കർവിന്റെ ഷെയ്പ്പിനാ. സോ ആ ഡെറിവേറ്റീവിന്റെ സെൻസിൽ അത് കറക്റ്റാ. അത് നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലായില്ലേ? ഞാനിവിടെ ഓരോ കോൺസ്റ്റന്റ് ആഡ് ചെയ്യുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത് എന്താ? ആ കർവിന്റെ ഷിഫ്റ്റ് സംഭവിക്കുക, പൊസിഷൻ. മനസ്സിലായോ? അതാണ് ആക്ച്വലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് നടത്തിയാലും എന്താണ്? ഇപ്പം കർവിന്റെ ഷേപ്പ് മാറി, കണ്ടോ? ഞാനിവിടെ ഒരു ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് നടത്തിയാലാണ് കർവിന്റെ ഷേപ്പ് മാറുന്നത്. ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? ആണ്ടേ, ഹൊറിസോണ്ടൽ ഷിഫ്റ്റ് നടത്തുമ്പോഴാണ് എൻ്റെ ആക്ച്വൽ കർവിന്റെ ഷേപ്പ് മാറുന്നത് തന്നെ. മനസ്സിലായില്ല? പക്ഷെ ഞാൻ ഒരു വെർട്ടിക്കൽ ഷിഫ്റ്റ് നടത്തുവാന്ന് കണ്ടോ നോക്ക്, ഷേപ്പ് മാറുന്നേ ഇല്ല. അതെപ്പോഴും മൈൻഡ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞതിലോട്ട് തിരിച്ചു വരാം. നമ്മളിപ്പോൾ എന്താ പറഞ്ഞേ? ആ സി എന്ന് പറഞ്ഞ സാധനം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ പോവും. അതായത് ആ ഒരു കോൺസ്റ്റന്റിന്റെ കാര്യം നമ്മൾ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ പോയി. നമ്മളിവിടെ ഇന്റഗ്രലിനെ കുറിച്ച് പറഞ്ഞ എന്താ? ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്താൽ ആ ഫംഗ്ഷനെ നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ എടുത്താൽ മതിയെന്ന്. ഓക്കെ,
അപ്പൊ നമ്മൾ ഇന്റഗ്രൽ എടുക്കുമ്പോൾ കൂടെ സി ആഡ് ചെയ്യുന്ന ഇപ്പൊ എന്തിനാന്ന് മനസ്സിലായി. അതായത് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ ഒരു കോൺസ്റ്റന്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ കോൺസ്റ്റന്റ് പോയി. അപ്പൊ ഇന്റഗ്രൽ എടുക്കുമ്പോൾ ആ പോയ കോൺസ്റ്റന്റിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുക. അതാണ് ബേസ് സംഭവം. ഓക്കെ, അപ്പൊ ചിലർ ചോദിക്കും എന്താണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷന് കോൺസ്റ്റന്റ് ഇല്ലല്ലോ, അപ്പൊ പിന്നെ എന്തിനാ സി ആഡ് ചെയ്യുന്നത്? സി ആഡ് ചെയ്യാം, അവിടെ സി 0 എന്ന് എടുത്താൽ പോരെ തിരിച്ചു കിട്ടുന്നതില്. ഓക്കെ, അത്രേ ഉള്ളു. ഓക്കെ, ആ പോയ സിയെ നമ്മൾ റിട്രീവ് ചെയ്യുന്നു, അത്രേ ഉള്ളു. അതാണ് മെയിൻ കാര്യം. ഇതിന്റെ ഒരു വിഷ്വൽ സാധനം ഞാൻ ഇപ്പൊ കാണിച്ചു തന്നെ. ഞാൻ വേണേ ഒരു വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ പൊസിഷൻ ടൈം ഗ്രാഫില് പൊസിഷന്റെ ഡെറിവേറ്റീവ് അല്ല ആക്ച്വലി വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പം എന്റെ വെലോസിറ്റി ഒരു 60 മൈൽ പെർ അവർ ആണെന്ന് വെച്ചോ. അതായത് 1 മണിക്കൂർ കൊണ്ട് ഞാൻ 60 മൈൽ ട്രാവൽ ചെയ്തു. ഓക്കെ, അത് ബേസിക്കലി ഡെറിവേറ്റീവ് ആണ് വെലോസിറ്റി. അപ്പൊ ഞാൻ ആ വെലോസിറ്റിയുടെ ഇന്റഗ്രൽ എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കിട്ടണേ അല്ലേ? അതായത് ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് അതേ ഫംഗ്ഷനെ തിരിച്ച് റിട്രീവ് ചെയ്യണമെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ എടുത്താൽ മതി. അപ്പം പൊസിഷന്റെ ഡെറിവേറ്റീവ് ആണ് വെലോസിറ്റി എങ്കിൽ ആ വെലോസിറ്റിയുടെ ഇന്റഗ്രൽ എടുത്താൽ എനിക്ക് പൊസിഷൻ കിട്ടണം. ഓക്കെ, കറക്റ്റ് ആണല്ലോ? അപ്പൊ എന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 60 മൈൽസ് പെർ അവർ. അതിന്റെ അർത്ഥം ഞാൻ അതിന്റെ ഇന്റഗ്രൽ എടുത്താൽ എനിക്ക് 60 കിട്ടും. മനസ്സിലായി? അതിന്റെ ഇന്റഗ്രൽ എടുത്താൽ എനിക്ക് 60 കിട്ടും. അതിന്റെ അർത്ഥം എന്താ? ഞാൻ ടോട്ടലി ട്രാവൽ ചെയ്ത എന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 ഓക്കെ, ഇത് മാത്രമേ നമുക്ക് ആ ഇന്റഗ്രൽ എടുക്കുമ്പോൾ നോളജ് കിട്ടുന്നുള്ളൂ, 60. പക്ഷെ ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ഈ 60 ഞാൻ 0th പൊസിഷനിൽ നിന്ന് 60 വരെ ട്രാവൽ ചെയ്തതാണോ, അതോ 100 എന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്ന് 160 വരെ ട്രാവൽ ചെയ്തതാണോ, അല്ലെങ്കിൽ 60 എന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്ന് 120 വരെ ട്രാവൽ ചെയ്തതാണോ? ആ ഒരു ഇൻഫർമേഷൻ ഇല്ലല്ലോ. അതായത് എന്റെ സ്റ്റാർട്ടിങ് ഇൻഫർമേഷൻ അവിടെ എവിടെയില്ല. ഞാൻ 60 ട്രാവൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ സ്റ്റാർട്ടിങ് ഇൻഫർമേഷൻ അവിടുന്ന് പോയി. ഓക്കെ, അപ്പം ആ സ്റ്റാർട്ടിങ് ഇൻഫർമേഷൻ തരുന്നതാണ് ഈ സി. ഇപ്പൊ മനസ്സിലായ? അതായത് ഈ പറഞ്ഞ സാധനം നിങ്ങൾക്ക് കൺഫ്യൂസ് ആയിട്ടുണ്ട്, ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. അതായത് പൊസിഷന്റെ ഡെറിവേറ്റീവ് ആണ് വെലോസിറ്റി. അപ്പൊ ആ വെലോസിറ്റിയുടെ ഇന്റഗ്രൽ എടുത്താൽ നമുക്ക് പൊസിഷൻ കിട്ടും. ഇവിടെ 60 മൈൽസ് പെർ അവർ ആയിരുന്നു എന്റെ വെലോസിറ്റി. അതിന്റെ ഇന്റഗ്രൽ എടുത്തപ്പോൾ എനിക്ക് 60 കിട്ടി. അതിന്റെ അർത്ഥം ഞാൻ ട്രാവൽ ചെയ്ത പൊസിഷൻ 60 കിട്ടി. ഓക്കെ, പക്ഷേ എന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണെന്ന് അതിന് തരാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഞാൻ 0യിൽ നിന്ന് 60 വരെ ആയിരിക്കാം ട്രാവൽ ചെയ്ത, അല്ലെങ്കിൽ 60 നിന്ന് 120 വരെ ആയിരിക്കാം, അല്ലെങ്കിൽ 100ൽ നിന്ന് 160 വരെ ആയിരിക്കാം. അപ്പൊ എന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനെ കുറിച്ച് എനിക്ക് നോളജ് കിട്ടുന്നില്ല. മനസ്സിലായ? ആ നോളജ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഈ സി. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതാണ് ബേസ് മീനിങ്. ആ പോയ കോൺസ്റ്റന്റിനെ നമ്മൾ തിരിച്ച് റിട്രീവ് ചെയ്തെടുക്കുന്നു. ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഇപ്പൊ നമ്മളാ പറഞ്ഞ ഈ പരാബോളയുടെ കേസ് പോലെ തന്നെ, ഈ പരാബോളയുടെ കേസ് ഇവിടെ വെലോസിറ്റി ആയിട്ട് ഒന്നൊന്നും മാച്ച് ചെയ്യിക്കാൻ നോക്കിയാൽ ഇവിടെ ഈ പരാബോള ഈ ഒറിജിനിൽ ഇരിക്കുക, അല്ലെ മാറി മേളിലിരിക്കുക, മേളിലിരിക്കുക, അല്ലെ താഴെ ഇരിക്കുക, എവിടെ വേണമെങ്കിലും ഇരിക്കുക, ഷേപ്പ് കറക്റ്റാ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളാ പറഞ്ഞ പൊസിഷന്റെ കാര്യം, 0ൽ നിന്ന് 60 വരെ ആവാം, 60ൽ നിന്ന് 120 വരെ ആവാം, അല്ലെ 100ൽ നിന്ന് 160 വരെ ആവാം. ഓക്കെ, നമുക്ക് ഡെറിവേറ്റീവ് അവിടെ തരുന്നത് എന്താ? നമ്മൾ 1 മണിക്കൂർ കൊണ്ട് 60 ട്രാവൽ ചെയ്തു, അത്രേ നമുക്ക് ഡെറിവേറ്റീവ് തരുന്നുള്ളൂ. അതിന്റെ തിരിച്ച് ഇന്റഗ്രൽ എടുത്താലും നമ്മൾ 60 മൈൽസ് ട്രാവൽ ചെയ്തു. പക്ഷേ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ ഇരിക്കുന്ന പൊസിഷനും ഒന്നുമല്ല വരുന്നത്. ഇപ്പൊ ഡെറിവേറ്റീവ് കാരണം പോയ ലോസിനെ നമ്മൾ തിരിച്ച് ഇന്റഗ്രലിൽ കൂടെ എടുക്കുന്നു. ഓക്കെ, ഇപ്പൊ ചില ഫംഗ്ഷന് കോൺസ്റ്റൻസ് ഇല്ലെങ്കിൽ ആ പ്ലസ് സി എന്ന് പറയുന്നത് എന്താവും? 0. ഓക്കെ, അപ്പം ചിലർക്ക് ഒരു കൊച്ചു സംശയം തോന്നിയിട്ടുണ്ടായിരിക്കാം, എങ്ങനെയാ നമ്മുടെ ഇന്റഗ്രൽ ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് വരുന്നതിന്? സിമ്പിളാ. നമ്മൾ കുറച്ച് മുമ്പേ ഏരിയ അണ്ടർ ദ കർവ് കാണിച്ചില്ലേ, അത് വെച്ച് തന്നെ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. നമ്മുടെ കുറെ നാൾ മുമ്പുള്ള ഡെറിവേറ്റീവ് ഓഫ് എന്താണ് പൊസിഷൻ ടൈം ഗ്രാഫ് നമുക്ക് എങ്ങനെ വെലോസിറ്റി തരുന്നു എന്ന് പറഞ്ഞതിന്റെ കൂട്ട് തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് വെലോസിറ്റിയുടെ ഇന്റഗ്രലിൽ നമുക്ക് എങ്ങനെ പൊസിഷൻ തരുന്നു എന്ന് കാണിച്ചു തരാം. ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ ഏരിയ അണ്ടർ ദ കർവ് ഉണ്ട്, തൊട്ട് മുമ്പത്തെ വീഡിയോയിലുള്ളതാണ്. അതിൻ്റെ അകത്ത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ടുണ്ട്, ഇത് കറക്റ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഓക്കെ, നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് എടുത്തു. ഓക്കെ, ഇതിൻ്റെ അകത്ത് y ആക്സിസിൽ ഏത് പോയിന്റും ആ പോയിന്റിലെ വെലോസിറ്റി, എക്സ് ആക്സിസിൽ ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിൽ ടൈമും തരും. നമുക്ക് എന്ത് ചെയ്യാം? ഇത് ടൈം അനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുന്ന നമ്മുടെ വെലോസിറ്റിയുടെ കർവിന്റെ റെപ്രസെന്റേഷൻ. ഓക്കെ, അത്രയോട് വേറെ ഒന്നുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്
ഇതിന്റെ അണ്ടറിലുള്ളതാണ് എന്റെ ഏരിയ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്റഗ്രൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമ്മൾ എന്താ പറഞ്ഞത്? ഇന്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏരിയ അണ്ടർ കർവ് കണ്ടുപിടിക്കാൻ പറ്റുമെന്നല്ലേ? ഓക്കെ, ബേസിക്കലി ഇന്റഗ്രൽ എന്ന് പറഞ്ഞതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഏരിയ അണ്ടർ കർവ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കത് ഇവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ വേണ്ട ഇത്രയും റെക്ടാങ്കിൾസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, ഈ ഓരോ റെക്ടാങ്കിളിന്റെയും ഏരിയ കണ്ടുപിടിക്കാൻ വന്നാൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ, ഒരുപാട് ചെറിയ റെക്ടാങ്കിളുകളായിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിനെല്ലാം സമ്മപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഓരോ റെക്ടാങ്കിളിന്റെ ഏരിയ എന്തോന്നാ? ഓക്കെ, ഈ റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത്, അതായത് ഹൈറ്റ് വേരി ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ? പക്ഷെ ലെങ്ത് സെയിമാ. ഓക്കെ, എല്ലാത്തിന്റെയും ലെങ്ത് എന്താണെന്ന് അറിയാം? ഡി ടി ആ. കാരണം ഈ കാണുന്ന എൻ്റയർ എക്സ് ആക്സിസിൽ കിടക്കുന്നത് ടി ആണ്. അപ്പം നമ്മൾ ഇതിനെ മൊത്തത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഇതിനെ ഓരോന്നിനെയും ഡി ടി എന്ന് വിളിക്കാം. ഓക്കെ, ഈക്വൽ ഇന്റർവെല്ല. ഇവിടെ സംശയം തോന്നില്ല, ഇത് മാത്രം ചെറുതാണല്ലോ. അത് ജസ്റ്റ് വിഷ്വലിന്റെ മാത്രം, വേറൊന്നുമല്ല. അത് കറക്റ്റ് ചെയ്താണ്ട, അത് കറക്റ്റ് ആവുന്നതേ ഉള്ളൂ. എന്താ ഇതാനകത്തെ അത് കറക്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആവുന്നതേ ഉള്ളൂ. വിഷ്വലിന്റെ ഇങ്ങനെ നോക്കാം. ഓക്കെ, ഇപ്പൊ നോക്ക്, ഓരോ റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് സെയിം ആയിട്ടുണ്ട്. ഓക്കെ, ഇവളുടെ ഹൈറ്റ് മാത്രമേ വേരി ചെയ്യുന്നത്. ഹൈറ്റ് എന്തോന്ന് ഇവിടുത്തെ? അതായത് ആ പോയിന്റിലെ വെലോസിറ്റി. കാരണം ഇവിടുത്തെ ഹൈറ്റ് എന്തോന്നാ? വൈ ആക്സിസിലെ വാല്യൂ. വൈ ആക്സിസിലെ വാല്യൂ എന്താണ്? വെലോസിറ്റി. ഇത് ബേസിക്കലി വി ഓഫ് ടി. മനസ്സിലായല്ലോ? ലെങ്തോ ഡി ടി. അപ്പൊ ഏരിയ എന്തോന്നാ? വി ഓഫ് ടി ഇൻറ്റു ഡി ടി ഓരോന്നിന്റെ. ഓക്കെ, ഇതിന്റെ എല്ലാത്തിന്റെ എന്ത് ചെയ്യണം? ഇന്റഗ്രൽ എടുക്കണം, ഇന്റഗ്രേറ്റ് ചെയ്യണം, അതായത് സം ചെയ്യണം. വേണ്ട, ഞാൻ പറഞ്ഞു വലിയൊരു രസമായി ഇതെന്ന് തൊട്ട് മുമ്പേ പറഞ്ഞ് കേട്ടവർക്ക് അറിയാത്. വി ഓഫ് ടി ഇൻറ്റു ഡി ടി ഇതെടുത്താൽ ഇത് മൊത്തം കൂടെ ആഡ് ചെയ്തെടുക്കണം. ഓക്കെ, ഇത് മൊത്തോടെ ആഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തോന്നാ? അതായത് ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? വി ഓഫ് ടി ഇൻറ്റു ഡി ടി, അതായത് വെലോസിറ്റി ഇൻറ്റു ടൈം. ഡി ടി എന്ന് പറഞ്ഞാലും ചെറിയ ടൈം തന്നെ ആണല്ലോ. വി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലെ വെലോസിറ്റി. അപ്പം വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ഡിസ്റ്റൻസാ. എങ്ങനെയാന്ന് ചോദിച്ചാൽ വെലോസിറ്റി ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈമാ. അപ്പൊ നമ്മൾ എന്താ ഈ കാണുന്ന വി ഓഫ് ടി ഇൻറ്റു ഡി ടി എന്ന് പറയുന്നത് ബേസിക്കലി ഡിസ്റ്റൻസുകളാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ആക്ച്വലി സമ്മപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൊച്ചു ഡിസ്റ്റൻസുകളാണ്. ഓക്കെ, അങ്ങനെ കൊച്ചു ഡിസ്റ്റൻസുകൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്താ ഫൈനലി കിട്ടുന്ന? വലിയ ഡിസ്റ്റൻസ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇവിടെ ഇന്റഗ്രൽ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ എന്താ? വലിയ ഡിസ്റ്റൻസ്. അത്രേ ഉള്ളൂ, അതേ നടന്നത്. ഓക്കെ, നമുക്ക് വളരെ ചെറിയ ഇന്റർവെല്ലുകളാക്കാം ഡി ടിയെ. അത്രേ ഉള്ളൂ. നമ്മൾ തൊട്ട് മുമ്പേ വന്ന അതേ കോൺസെപ്റ്റ് തന്നെ. അതുകൊണ്ട് ആ ഒരു സംശയം തോന്നല്ല എങ്ങനെയാ ഇന്റഗ്രൽ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് പൊസിഷൻ തരുന്നു എന്നുള്ളത്. ഇനി പറയാനുള്ള വേറൊരു കാര്യമുണ്ട്, അതായത് ഡെഫിനറ്റ് ഇന്റഗ്രലിന്റെ കേസിലാണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ഡെഫിനറ്റ് ഇന്റഗ്രലും ഇൻഡെഫിനറ്റ് ഇന്റഗ്രലെന്നും. ഇവിടെ നമുക്ക് രണ്ട് രീതി ചിന്തിക്കാം. അതായത് ഇൻഡെഫിനറ്റ് ഇന്റഗ്രലിനെ നമുക്കൊരു യൂണിവേഴ്സൽ റൂളായിട്ട് എടുക്കാം. അപ്പൊ സംശയം തോന്നി, യൂണിവേഴ്സൽ റൂളോ? അതെന്താ? അതായത് നമ്മൾ ബേസിക്കലി ഇപ്പം നമ്മളോട് ഒരാൾ ഒരു എക്സാമ്പിൾ ചോദിക്കാം, ഇന്റഗ്രൽ ഓഫ് എക്സ് എന്താണ്? എക്സ് ഡി എക്സ്. നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കും? എക്സ് സ്ക്വയർ ബൈ 2 അല്ലേ? അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും? സൈൻ എക്സ് അല്ലേ? അപ്പോഴത്തെ സി ഉണ്ട്, സൈൻ എക്സ് പ്ലസ് സി മാർക്കല്ലേ? അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രാഫ് വരച്ച് നോക്കിയിട്ട് സൈൻ എക്സിന്റെ ഗ്രാഫ് വരച്ച് ഇപ്പോൾ അതിനോട്ട് ഏരിയ ഉണ്ടുള്ള കർവൊക്കെ എടുത്താൽ, അല്ലെങ്കിൽ കോസ് എക്സിന്റെ ഗ്രാഫ് വെച്ചിട്ട് ഏരിയ ഉണ്ടുള്ള കർവ് എടുത്താൽ നിങ്ങൾക്ക് സൈൻ എക്സ് എന്ന് കിട്ടും. ഓക്കെ, പ്ലസ് സി ഉണ്ട്, മറക്കണ്ട. എങ്ങനെ സി വന്നതെന്ന് കുറച്ച് മുമ്പ് പറഞ്ഞാണല്ലോ. അപ്പം നമ്മൾ ആക്ച്വലി ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടെ നമ്മൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളെ ഇന്റഗ്രൽ സിമ്പിൾ ഏത്? ആ വലിയ എസ് ഇടുമ്പം നമ്മൾ അതിന്റെ മേളിലും താഴെ ഒരു ബൗണ്ട് ഇടാറില്ലല്ലോ. നമ്മളിപ്പം ഇന്റഗ്രലിന്റെ ഇക്വേഷൻ ഒരാൾ ചോദിക്കുക, നമ്മൾ ഇന്റഗ്രൽ ഓഫ് അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സിന്റെ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഇന്റഗ്രൽ എക്സ് ഡി എക്സ്. അല്ലാതെ അതിന്റെ ഏറ്റവും മേളിൽ ബി, അതിന്റെ വലിയ എസിന്റെ ഏറ്റവും മേളിൽ ബിയും ഏറ്റവും താഴെ എയും ഇടുന്നില്ലല്ലോ നമ്മള്. അതായത് എങ്ങനെയാന്ന് ചോദിച്ചാൽ അതാ നോക്ക്. ഇപ്പൊ ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ്, ഇവിടെ ഒരു സീറോയും ബിയും ഒരു ബൗണ്ട് ഉണ്ട്. അതായത് സീറോ എന്ന് പറയുന്ന ലോവർ ബൗണ്ടും ബി എന്ന് പറയുന്ന അപ്പർ ബൗണ്ടും. പക്ഷെ നമ്മളോട് ഒരാള് ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ? നമ്മൾ ഈ സീറോയും ബിയും ഇടത്തില്ലല്ലോ, ഡയറക്റ്റ് ആയിട്ട് ഈ ഇന്റഗ്രൽ സിമ്പിൾ ഇടും നമ്മൾ. എന്നിട്ട് എക്സ് സ്ക്വയർ ഡി എക്സ് എന്നല്ലേ ഇടുന്നത്. ബേസിക്കലി അതിന്റെ മീനിങ് എന്തോന്നാ? അതൊരു ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. മനസ്സിലായി? അതായത്
നമ്മൾ ഈ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിനെ ഒരു യൂണിവേഴ്സൽ റൂൾ പോലെ കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് അതിന് പ്രത്യേകിച്ച് ലിമിറ്റ് ഇല്ല. അത് അതിന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പറയുന്നതാ. ഓക്കെ, അതായത് ഇന്റഗ്രൽ ഓഫ് എന്താണ് സൈൻ എക്സ് എന്ന് പറയുന്നത് നമുക്ക് മൈനസ് കോസ് എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും എന്താണ് ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് നമുക്ക് മൈനസ് കോസ് എക്സേ തരും. ഓക്കെ, പക്ഷെ ഡെഫിനറ്റ് ഇന്റഗ്രലിന്റെ കേസ് അങ്ങനല്ല. ഡെഫിനറ്റ് ഇന്റഗ്രലിന്റെ കേസിൽ ഒരു പ്രത്യേകതയുണ്ട്. സംഭവം എന്താ വെച്ചാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇത് ഓൾറെഡി പറഞ്ഞു തന്നല്ലോ, പിന്നെ എന്തിനാ ഇത് പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യിക്കുന്നതിന്. അവിടെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഡെഫിനറ്റ് ഇന്റഗ്രൽസ് എടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. അതായത് ഈ ഒരു ഗ്രാഫ് കണ്ടോ നിങ്ങൾ, സൈൻ എക്സിന്റെ ഇത്രയും പാർട്ട് എക്സ് ആക്സിസിന് മേളിലും ഇത്രയും പാർട്ട് എക്സ് ആക്സിസിന്റെ താഴെയുമാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടൽ ഇന്റഗ്രൽ അല്ലെ ടോട്ടൽ ഏരിയ അണ്ടർ ദ കർവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള എടുക്കാൻ പറഞ്ഞ ഓക്കെ, എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എടുക്കും. ആന്നേ, ഇനി ഇതിന്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിച്ച ഒരു കുഴപ്പമുണ്ട്. അതായത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവര് ഇത് എക്സ് ആക്സിസിന്റെ മേളിലും ഇത് എക്സ് ആക്സിസിന്റെ താഴെയാണെങ്കിലും രണ്ടും സെയിം ഡൈമെൻഷൻ, അതായത് ഒരുപോലെ ഇരിക്കുന്നവരാ, ജസ്റ്റ് തലയിരിഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. കാരണം സൈൻ്റെ ഗ്രാഫ് നമുക്ക് അറിയാമല്ലോ. ആൻഡ് ഇത്രയും പാർട്ടിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 2 ആ. കാരണം ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്താണെന്ന് ചോദിച്ചാൽ മൈനസ് കോസ് എക്സ് പ്ലസ് സി ആ. നമുക്ക് കോസിന് 0 തൊട്ട് ഇവിടെ പൈ വരെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആക്ച്വലി എന്ത് കിട്ടും? ഈ പറഞ്ഞ 2 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. നിങ്ങൾക്ക് എഴുതി നോക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വാല്യൂ എന്ന് വെച്ചാൽ -2 ആ. മനസ്സിലായോ? ഒരു കുഴപ്പമുണ്ട്. അതായത് ഇവിടുത്തെ ഇത്രേന്റെയും ഇന്റഗ്രൽ എടുത്ത് നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്നത് 2ഉം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നമുക്ക് ആ ഇന്റഗ്രൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് -2 ആ. ഓക്കെ, അതായത് ബേസിക്കലി ഇത്രയും ഭാഗത്ത് ഏരിയ 2ഉം ഇത്രയും ഭാഗത്ത് ഏരിയ -2 ആ. അപ്പൊ ഇത് മൊത്തം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ടോട്ടൽ ഏരിയ എന്താന്ന് ചോദിച്ചാൽ 0 ആ. എന്താ? 2 + 2 - 2 എന്തോ 0 ഇപ്പോ. പക്ഷെ ഇവിടാണ് കൺഫ്യൂഷൻ വരുന്നത്. അതായത് നമുക്കറിയാം ഏരിയ 0 ആവാം. ഓക്കെ, ഏരിയക്ക് നെഗറ്റീവ് ആവാൻ പറ്റില്ല. കാരണം ഏരിയ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. നമ്മളിവിടെ നമ്മുടെ കണ്ണ് വന്ന് നോക്ക്, ഇത്രയും ഭാഗത്തൊരു ഏരിയ ഉണ്ട്, ഇത്രയും ഭാഗത്തൊരു ഏരിയ ഉണ്ട്. അപ്പം ഏരിയ ആക്ച്വലി അവിടെ കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ കണക്ക് കൂട്ടിയിട്ട് പറയും ഏരിയ 0 ആ. അതെങ്ങനെ ശരിയോ? കാരണം ഇവിടെ നമുക്ക് കണ്ണുകൊണ്ട് ഏരിയ കാണാൻ പറ്റും, പക്ഷെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഏരിയ 0 ആ. അവിടാണ് ഒരു പ്രശ്നം. അതായത് ഇവിടെ നെറ്റ് ഏരിയയും ടോട്ടൽ ഏരിയയും എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്. ഓക്കെ, അതായത് ഇവിടെ നെറ്റ് ഏരിയ എന്ന് പറയുന്നതാണ് 0. അതായത് ഇത്രയും കിട്ടുന്ന പോസിറ്റീവ് 2 അതിൻ്റെ കൂടെ ഈ കിട്ടുന്ന -2 കൂടെ ആഡ് ചെയ്തപ്പം നമുക്ക് കിട്ടിയ നെറ്റ് ഏരിയ എന്ന് പറയുന്നത്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ നെറ്റ് ഏരിയ എന്ന് പറയുന്നതാണ് 0. ടോട്ടൽ ഏരിയ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലോജിക്കിന് നടക്കുന്ന കാര്യം 4. കാരണം സൈൻ കൺസിഡർ ചെയ്യാതെ ഏരിയ എന്ന് പറഞ്ഞൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണല്ലോ. ഇവിടെ കിടക്കുന്ന ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ വാല്യൂ 2, ഇവിടെ കിടക്കുന്ന ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ വാല്യൂ 2. അപ്പൊ 2 × 2 ഏരിയ ഉള്ള സാധനം ചേരുമ്പോൾ 4. അതാണ് ടോട്ടൽ ഏരിയ. മനസ്സിലായോ? പക്ഷെ നമുക്ക് കിട്ടിയ 0 എന്ന് പറയുന്നത് നെറ്റ് ഏരിയ, അതായത് മൊത്തം കണക്ക് കൂട്ടി കിട്ടുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നാം, അതിന്റെ നെറ്റ് ഏരിയ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അതായത് എനിക്ക് മാസം സാലറി 10,000 രൂപ കിട്ടിയെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എനിക്ക് കിട്ടിയ എൻ്റെ നെറ്റ് ഇൻകം എത്ര? 10,000. പക്ഷെ എനിക്ക് അതിൽ നിന്ന് 8,000 എൻ്റെ കയ്യിൽ നിന്ന് എക്സ്പെൻസ് ചിലവായി. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ ബാക്കി എൻ്റെ കയ്യിൽ എത്ര ഉണ്ട്? 2,000. ഓക്കെ, ഇനി ഞാൻ പറയട്ടെ, എനിക്ക് കിട്ടിയ എൻ്റെ നെറ്റ് ഇൻകം എത്ര? അല്ല, ടോട്ടൽ ഇൻകം. എനിക്ക് കിട്ടിയ എൻ്റെ ടോട്ടൽ ഇൻകം എത്ര? നെറ്റ് അല്ല, ടോട്ടൽ. മറക്കല്ല്. എനിക്ക് കിട്ടിയ എൻ്റെ ടോട്ടൽ ഇൻകം എത്ര? 10,000. പക്ഷേ എങ്കിൽ എല്ലാം കണക്ക് കൂട്ടി അറ്റ് ദ ലാസ്റ്റ് ഞാൻ കണക്ക് കൂട്ടിയെടുക്കുന്ന എൻ്റെ നെറ്റ് ഇൻകം അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നെറ്റ് പ്രോഫിറ്റ് എന്നല്ല, ഏറ്റവും ലാസ്റ്റ് എൻ്റെ കയ്യിൽ എത്രമാത്രം രൂപയുള്ളൂ? 2,000. അതിൻ്റെ കാര്യം എന്താന്നാ? എനിക്ക് 10,000 കിട്ടി, 8,000 ചിലവായി പോയി. അപ്പോൾ എന്താ? 10,000 - 8,000. ശ്രദ്ധിച്ചു നോക്ക്, ഇവിടെ 10,000ന്റെ സിമ്പിൾ എന്താ? പോസിറ്റീവ്. 8,000ന്റെ സിമ്പിൾ എന്താ? നെഗറ്റീവ്. നമുക്കറിയാം പൈസ നെഗറ്റീവ് സിമ്പിൾ വരത്തില്ല. പൈസ ഒന്നും ഇല്ലാത്ത അവസ്ഥ വരാം 0, അല്ലെങ്കിൽ പൈസ ഉള്ള അവസ്ഥ വരാം. പക്ഷെ പൈസയ്ക്ക് അങ്ങനെ നെഗറ്റീവ് ആവാൻ പറ്റും. മനസ്സിലായോ? അതേ കോൺസെപ്റ്റ് തന്നെ ഇവിടെ ഏരിയയുടെ. അതായത് എങ്ങനെ നെറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 0 വന്നതെന്നറിയാം. അല്ല, ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ആളൊരു പോയിന്റിൽ നിൽക്കുക. ഓക്കെ, ആൾക്ക് ഞാൻ ടോട്ടൽ ഒരു 10 സെക്കൻഡ് കൊടുക്കുക. 5 സെക്കൻഡ് കൊണ്ട് ആളോട് ഞാൻ 10 മീറ്റർ മുന്നോട്ടും അതേ തിരിച്ചുള്ള 5 സെക്കൻഡ് ഞാൻ ആ ആളുടെ അടുത്ത് തിരിച്ച് അതുപോലെ 10 മീറ്റർ പുറമോട്ടും വരാൻ പറഞ്ഞു. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുക,
ഈ 10 സെക്കൻഡ് കൊണ്ട് ആൾ എത്ര ദൂരം നടന്ന്, ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്തെത്ര എന്ന് ചോദിച്ചാൽ 10 മീറ്റർ പ്ലസ് 10 മീറ്റർ 20 മീറ്റർ അല്ലേ? പക്ഷെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചെയ്യുക, ഈ 10 സെക്കൻഡ് കൊണ്ട് ആൾ ആക്ച്വലി സ്റ്റാർട്ടിങ് പൊസിഷനിൽ നിന്ന് ഈ എൻഡിലെത്തിയപ്പോൾ എത്ര മൂവ് ചെയ്തിട്ടുണ്ട്, എത്ര ആക്ച്വലി മാറിയിട്ടുണ്ട്? അത് 0. അതിന്റെ കാരണം എന്താ? കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആൾ നിൽക്കുന്ന പൊസിഷനും 10 സെക്കൻഡ് ആയിട്ട് എൻഡ് ചെയ്യുന്ന സമയത്തും ആൾ നിൽക്കുന്ന പൊസിഷൻ സെയിം തന്നെ. അപ്പൊ ആള് ശരിക്കും 10 സെക്കൻഡ് കൊണ്ട് എത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, 0 തന്നെ. പക്ഷേ ആളിൻ ടോട്ടൽ അവിടെ 20 മീറ്റർ നടന്നിട്ടുണ്ട്. മനസ്സിലായോ? അതാണ് നമ്മുടെ ബേസിക്കലി ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് തമ്മിലുള്ള ഒരു വ്യത്യാസത്തിന്റെ സാധനം. മനസ്സിലായോ? ഇതാണ് ആ സംഭവം. അതുകൊണ്ട് ഈ ഡെഫിനിറ്റ് ഇന്റഗ്രൽസിന്റെ കേസ് എടുക്കുമ്പം നമുക്ക് ഈ പറഞ്ഞതിന്റെ കൂട്ട് ഇവിടെ 0യും കാണാം. ഇല്ലെങ്കിൽ നിങ്ങളെ ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നോക്ക്. ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈനസ് കോസ് എക്സ് പ്ലസ് എന്ന് കിട്ടും. അതിൻ്റെ അകത്തോട്ട് ഈ പറഞ്ഞ 0 തൊട്ട് പൈ വരെയുള്ളതും പിന്നെ പൈ തൊട്ട് 2π വരെയുള്ള വാല്യൂ ഇട്ട് കൊടുത്തു നോക്ക്, സുഖത്തെ കിട്ടും നിങ്ങൾക്ക്. ഈ പറഞ്ഞതിൻ്റെ കൂട്ട് എന്ത് കൂട്ടി മാച്ചിൽ കൂട്ടി വരുമ്പോൾ അവസാനം 0 കിട്ടും. ഓക്കെ, ആ ഒരു ഡൗട്ട് തോന്നല്ലേ, അതിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ.